എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. കഴിഞ്ഞ യാത്ര നമ്മൾ അവസാനിപ്പിച്ചത് വൈക്കം ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ രാത്രി നമുക്കവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം ചെങ്ങന്നൂരിലായിരുന്നു സ്റ്റേ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് ദർശനത്തിനായി. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാം. ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. മറ്റെങ്ങും കാണാത്ത ആ പ്രത്യേകത കൂത്തമ്പലത്തിൻ്റെ ഒരു വശത്തായുള്ള ശില, നടനശില എന്നാണ് ഈ ശിലയ്ക്ക് പേര്. നൃത്തമാടുന്ന നടരാജൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ ശിലയ്ക്ക് ഈ പേര് വരാൻ കാരണം. ആ ശിലയിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ നടരാജൻ നൃത്തത്തിന് ഒറ്റക്കാലിൽ നിൽക്കുന്നത്, അതുപോലെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ താഴെക്കൂടെ നോക്കിയാണ് നമ്മൾ തൊഴാറ് പതിവ്. അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അകത്ത് അർദ്ധനാരീശ്വരനാണ്, നടരാജനാണ്, അതാണ് സങ്കല്പം. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് പ്രസിദ്ധമായ തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലേക്കാണ്. തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ചതുർബാഹുക്കളോട് കൂടിയ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹമാണ് തൃച്ചിറ്റാറ്റിലെ പ്രതിഷ്ഠ. യുധിഷ്ഠിരന്റെ തേവാരമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പഴയ പ്രതിഷ്ഠയിൽ ചക്രത്തിന് പകരം ശംഖേന്തി നിൽക്കുന്ന വിഗ്രഹരൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ വലതു കൈയിൽ ചക്രം ഏന്തി നിൽക്കുന്ന രൂപമായി ഇപ്പോൾ നിലനിൽക്കുന്നു. ധർമ്മിഷ്ഠനായതുകൊണ്ടും ശാന്തി ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാകാം ചക്രത്തിനു പകരം ശംഖ് ഏന്തി നിൽക്കാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടതെന്ന് പുരാണ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. തൃച്ചിറ്റാറ്റിനും ഒരു ഐതിഹ്യമുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് അസത്യം പറയുകയാൽ അതിന്റെ പശ്ചാത്താപത്തിൽ പാപം കഴുകിക്കളയുവാനായി ധർമ്മപുത്രർ തൃച്ചിറ്റാറ്റിൽ വന്ന് കുളിച്ചു ഭജനയിരുന്ന് എന്നും സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭജനയിരിക്കുന്നതും മറ്റും മനഃശാന്തിയും പാപമുക്തിയും കൈവരിക്കാൻ ഭക്തരെ സഹായിക്കും എന്നും ഒരു വിശ്വാസം നിലവിലുണ്ട്. ധർമ്മിഷ്ഠനായതുകൊണ്ട് ഭഗവാൻ ആരു വന്നാലും ധർമ്മം കൊടുക്കും എന്ന ഒരു വിശ്വാസവുമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ പാണ്ടനാട് റോഡിലേക്ക് പോകുമ്പോൾ 1/2 കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ ക്ഷേത്ര കവാടം കാണാം. ഇവിടെ പാത 2 വഴികളിലായി തിരിയുന്നു. ഒന്ന് മുണ്ടൻകാവിലേക്കും 2 പാണ്ടനാട് മാന്നാർ പ്രദേശത്തേക്കും. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ പാൽപായസം, കടുംപായസം, തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം കരിമാണിക്കത്തുമലയെന്നറിയപ്പെടുന്ന കുന്നിൻമുകളിലാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം കുടികൊള്ളുന്നത്. കരിമാണിക്കത്തുമലയുടെ വടക്കുഭാഗം പുലികൾ വിഹരിച്ചിരുന്ന വനമായിരുന്നു. പുലികളുടെ ഊരാണ് പുലിയൂർ ആയി മാറിയത്. വ്യാഘ്രപുരം എന്ന ഒരു പേരും പുലിയൂരിനുണ്ടായി. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്പുലിയൂരിലുള്ളത്.
അതുകൊണ്ട് തന്നെ ഭീമസേന തിരുപ്പതി എന്നും ഭഗവാനെ വിശേഷിപ്പിക്കുന്നു. നരസിംഹ കലയോടുകൂടിയ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ വിളക്കുമാട സ്ഥാപിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുവശത്ത് യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയാണുള്ളത്. ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ പ്രധാനവും ഇതാണ്. ഭീമന്റെ ഗദയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനു മുൻപായി രൂപം കൊള്ളുന്നു. മയദത്തം എന്ന് ഇതറിയപ്പെടുന്നു. ഊട്ടുപുരയും ക്ഷേത്രക്കുളവും പടിഞ്ഞാറേ നടയിലെ ആൽമരവും പ്രത്യേകതകളാണ്. ഉത്സവത്തിന് വേലകളിയും എഴുന്നള്ളിപ്പിന് മുത്തുക്കുട ചൂടലും പ്രത്യേകതകളായിരുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ. മകരം 28-ാം തീയതിയിൽ മാത്രം. ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കര പാതയിൽ 4 കിലോമീറ്റർ കഴിയുമ്പോൾ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമായി. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ: അർച്ചന, ചതുശ്ശതം, പാൽപായസം, കടുംപായസം. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങുന്നു. നമ്മുടെ തിരുച്ചിറ്റാറ്റി പോയി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ. അതെ അതെ അതെ, ധർമ്മപുത്ര. ഉവ്വ. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. പാണ്ഡവരിൽ 4-മനായ നകുലന്റെ തേവാരമൂർത്തിയായ മഹാവിഷ്ണുവാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മറ്റു 5 പാണ്ഡവ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ചതുർബാഹു വിഷ്ണു വിഗ്രഹമാണ് തിരുവൻവണ്ടൂരിലെ പ്രതിഷ്ഠ. തലനാമം തന്നെ പാണ്ഡവപുരി എന്നും അറിയപ്പെട്ടിരുന്നു. വലിയ വണ്ടുകൾ കാണപ്പെട്ട സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട് തിരുവൻവണ്ടൂരിന്. തിരുപാണ്ഡവപുരി എന്നും പ്രദേശം അറിയപ്പെട്ടിരുന്നു. നമ്മാൾവാരുടെ ചരിത്രത്തിലും ഇത് സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത സ്ഥലമാണ് വനവാസക്കര. അതിപ്പോൾ വനവാതുക്കര എന്നറിയപ്പെടുന്നു. തൊട്ടടുത്ത മറ്റൊരു സ്ഥലം പാണ്ഡവനാട്, പിന്നീട് പാണ്ഡനാട് എന്നും അറിയപ്പെടുന്നു. വനവാസകാലത്ത് കഠിന തപസ്സിലൂടെ പാഞ്ചാലി അക്ഷയപാത്രം സ്വന്തമാക്കിയതും തിരുവൻവണ്ടൂരിൽ വെച്ചാണ്. മനോഹര ശില്പങ്ങൾ ഉപയോഗിച്ച് ഇരുനിലവട്ട ശ്രീകോവിൽ പണികഴിപ്പിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടിയുണ്ട്. അമ്പലപ്പുഴ മഹാരാജാവ് ലക്ഷണമൊത്ത വിഗ്രഹം തേടി ഭടന്മാരെ അയച്ചപ്പോൾ ഇവിടെയുണ്ടായിരുന്ന മേൽശാന്തി കൃഷ്ണവിഗ്രഹം മാറോടെടുത്ത് സമീപത്തുണ്ടായിരുന്ന ആറ്റിൽ ചാടി ആത്മാഹുതി ചെയ്തു. അന്നുണ്ടായിരുന്ന മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ ഉപവിഗ്രഹമായിരുന്ന ഗോശാലകൃഷ്ണന്റെ വിഗ്രഹം എടുക്കാൻ വേണ്ടിയാണ് അവർ തേടി വന്നത്. അങ്ങനെ വന്നപ്പോൾ പൂജാരിയായ ബ്രാഹ്മണൻ കൃഷ്ണവിഗ്രഹം ഇളക്കിയെടുത്ത് ജലാധിവാസക്രിയ നടത്തി. പമ്പയുടെ കൈവഴികളിലൊന്നായ ആറ്റിലാണ് നടത്തിയത്. പിന്നീട് കാലാന്തരത്തിൽ ചിത്രകാരൻ കൂടിയായ ഒരു പണ്ഡിതൻ ഈ ജലാധിവാസക്രിയയുടെ സ്വപ്നദർശനമുണ്ടായി. അതിനെ തുടർന്ന് 51 ദിവസം കുഴിച്ച്
ആ കൃഷ്ണവിഗ്രഹം തിരിച്ചെടുക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല പാതയിൽ പ്രാവിൻകൂട് ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അർച്ചന, പാൽപായസം, കടുംപായസം. യാത്ര തുടരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.